അമ്മയ്ക്ക് വിറയലില്ല എന്ന് പറയാം. ഈ രോഗത്തെ സംബന്ധിച്ച് മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് വിറയലില്ല. ഇതാണ് നമ്മുടെ ഈ മെഡിസിൻ. ഇതാണ് ഡോപ്പാമിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ നമ്മൾ ആ സിംറ്റം വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ സാർ പറഞ്ഞു ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു ട്രയൽ പാക്ക് തന്നു നോക്കാം. ഓക്കെ ആണെങ്കിൽ അങ്ങനെ ട്രയൽ പാക്ക് വഴി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിക്കും. എത്ര വർഷം ഉപയോഗിക്കുന്നത്? 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ 100% ഹാപ്പിയാണ്. തോട് കളഞ്ഞ് അതിന്റെ പരിപ്പ് മാത്രം എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞ സാധനം കൊണ്ട് പോയി. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഒരു 15 ദിവസം കഴിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല, 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊന്ന് വരവ് മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് തിരിച്ചയച്ചോ, ഇവർ പൈസ തിരിച്ചു തരും. നമ്മളിന്ന് ഇരട്ടിയിലാണ്. നമ്മളൊരു ഫാമിലിയെ കാണാൻ വന്നാണ്. ഇതാണ് ജയേഷും, ഇത് ജയേഷിന്റെ വൈഫും അല്ലേ. 23 വർഷമായിട്ട് ഇവരിതേ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രൊഡക്റ്റിന്റെ വസ്തുവാണ് അല്ലെ. ഈ സംഭവം എന്താണ് ജയേഷ്? ഇത് നായ്ക്കുറിനയുടെ സീഡാണിത്. നായ്ക്കുറിന, ഇത് നായ്ക്കുറിനാണല്ലോ. നായ്ക്കുറിന്റെ സീഡാണിത്. ഇതിപ്പോ നമ്മള് ഇത് കഴുകിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രോസസ്സിംഗ് എന്താണ് ഇതിന് ആക്ച്വലി? ഇതിനെ ഇവിടുന്ന് കഴുകി വാരി ഇതിന്റെ ചെറിയ രോമങ്ങളും തൊങ്ങകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം കളഞ്ഞ് കഴുകി വാരി എടുത്തതിന് ശേഷം പാലിൽ കയറ്റുകയാണ്. പാലിനകത്ത് ആയുർവേദ രീതി പ്രകാരം ട്രീറ്റ്മെന്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ആക്ച്വലി എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ്? നമ്മൾ പറഞ്ഞിട്ടില്ല. എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ്? എന്താണ്, എന്ത് രോഗത്തിനുള്ള മെഡിസിൻ ആണിത്? ഇപ്പൊ നമ്മളിത് പാർക്കിൻസൺസ് രോഗത്തിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് പാല് നമ്മളൊരു ഫാമിൽ നിന്ന് കൊണ്ട് ഒറ്റഫലം ഫാമിൽ നിന്ന് എടുക്കുന്ന പാലാണല്ലേ. ഈ സീഡിന് ഒരു വിഷാംശമുണ്ട്, ഒരു കട്ടുണ്ട്, ഒരു എണ്ണമയമുണ്ട്. ഇതെല്ലാം നമ്മൾ കളയുന്നത്. ഇതെല്ലാം നമ്മൾ പാലിൽ തന്നെ കളയും. ഇതിൽ തന്നെയാണ് സംസ്കരിച്ചെടുത്ത് കളയുന്നത്. ഇവിടുന്ന് എങ്ങോട്ടൊക്കെ പോകണം? നേരെ ഇത് ട്രെയിലോട്ടാണ് പോകുന്നത്. നേരെ ട്രെയിലോട്ട് പോയി. വെച്ചാല് ഇത് ആറിയൊന്നും വേണ്ട. ഇല്ല, ഇത് ഇങ്ങനെ ചെയ്ത് പൊക്കോളും അല്ലേ. ഈ കാണുന്ന സംഭവം 2 ദിവസം കഴിയുമ്പോ നോക്കിയേ, ഇത് കണ്ട ഫുള്ള് അല്ലേ. ഇത് ഉണങ്ങിയതാണ്. ഫുൾ ഉണങ്ങിയതാണ്. നമ്മൾ നേരെ അങ്ങോട്ടൊക്കെ പോകണമെന്ന് അറിയാതാ. ഇതിപ്പോ കുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിന്റെ തോട് കളഞ്ഞ് അതിന്റെ പരിപ്പ് മാത്രം എടുക്കാൻ വേണ്ടിട്ട് നമ്മള് 2 ദിവസം കഴിഞ്ഞ സാധനം കൊണ്ട് പോയി. അമ്മയ്ക്ക് ഇത് പാർക്കിൻസൺസ് ഒരു അക്യൂട്ട് അല്ലല്ലോ, കുറച്ച് ക്രോണിക് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണെന്ന് അറിഞ്ഞേ പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ആസ് എ ഡോട്ടർ എങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ള ഇത് കാരണം ഞാൻ അന്ന് 9th പഠിച്ചപ്പോഴേ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയം തൊട്ട് ഞാനിങ്ങനെ ഓൺലൈനിലെല്ലാം പരതി നടക്കുമായിരുന്നു. എന്താണ് ഇതിനൊരു ക്യൂർ എന്നൊക്കെ തപ്പി നടന്നപ്പോൾ ഇതുപോലെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം ജയസാറിന്റെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. അങ്ങനെ എടുത്തു. അന്നത്തെ ഒരു ഇത് കാരണം ഒരു സൈറ്റ് ഉണ്ടായിരുന്നു ഇവർക്ക്, JJ ഹെർബൽസിന്റെ. അപ്പൊ അങ്ങനെ ആ സൈറ്റിൽ കയറി ജസ്റ്റ് സാറിന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്പറിൽ വിളിച്ചു, സാറിനോട് കാര്യങ്ങൾ ഞാൻ തന്നെ സംസാരിച്ചു. അപ്പൊ സാർ പറഞ്ഞു ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു ട്രയൽ പാക്ക് തന്നു നോക്കാം. ഓക്കെ ആണെങ്കിൽ അങ്ങനെ ട്രയൽ പാക്ക് വഴി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തി. എത്ര കാലമായിട്ട് മരുന്ന് യൂസ് ചെയ്യുന്നുണ്ടോ? ഈ ലാസ്റ്റ് 5 years ആയിട്ട് മരുന്ന് യൂസ് ചെയ്യുന്നുണ്ട്. 5 years ആയിട്ട് മരുന്ന് യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പ് എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? അതിന് മുമ്പ് ഇംഗ്ലീഷ് മെഡിസിൻസ് ആണ്. നമുക്ക് ഉണ്ടായ ഡിഫറൻസ് എന്താണ്? ഫീലിംഗ് എന്താണ്? നമുക്ക് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മറ്റേത് ഇത് നമുക്ക് ഈസി ടു ക്യാരി ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എവിടെയെങ്കിലും ഇപ്പൊ അത്യാവശ്യമായിട്ട് പോകണമെങ്കിൽ കൺവീനിയന്റ് ആണ് ഈ സംഭവം. ചെറിയൊരു പാക്കറ്റിലാണ് നമ്മുടെ പൗഡർ വരുന്നത്. അപ്പൊ എവിടെ പോയാലും കൊണ്ടുപോയി അവിടെ ചെന്നുമ്പോൾ ബോഡി ഒന്ന് വീക്ക് ആകുമ്പോഴത്തേക്കും മരുന്ന് കലക്കി കുടിച്ച് ബോഡി ഒന്ന് ഓക്കെ ആയി വരും. അപ്പൊ ഇവിടെയാണ് നമ്മളിതേ ഇത് കുത്തി പരിപ്പെടുക്കുന്ന സ്ഥലം അല്ലേ. ഇതാണ് മിഷൻ. ഇതിലേക്ക് ലോഡ് ചെയ്യുമോ? നമ്മുടെ മിഷനിലേക്ക് നമ്മൾ കുത്താനുള്ള സംഭവം ആഡ് ചെയ്യും അല്ലെ. പിന്നെ അത് തോട് പോകാത്ത കുരുവൊക്കെ ഉണ്ട്. തോട് പോകാത്ത അതിന് ഞങ്ങൾ ഷോർട്ട് ചെയ്യും. അത് രണ്ടാമത് വീണ്ടും രണ്ടാമത് അത് കള്ളക്കുരുവാണ്. അത് വേഗാത്ത കുരുവായിരിക്കും. രണ്ടാമത് പിന്നെ അടുത്ത ആഴ്ച പൊതുങ്ങുമ്പോ അതുകൊണ്ട് വീണ്ടും കയറ്റി വിടും. ഇന്ന് ലോകത്തിൽ കിട്ടാവുന്ന വെച്ച് ഏറ്റവും പ്യൂർ ആയിട്ടുള്ള സാധനമാണ്. കാരണം ഇവർ തന്നെ കൃഷി ചെയ്ത് ഇവിടെ തന്നെ അവരുടെ ഫാക്ടറി തന്നെ അത് പ്രോസസ് ചെയ്തെടുക്കുന്ന ആ കുരുവാണിത്. അപ്പൊ നമുക്ക് പൊടിച്ചാലാ ഈ പൊടിച്ചെടുക്കുന്ന പൊടിയും പിന്നെ നമ്മുടെ കുറച്ച് നമ്മുടേതായ ഒരു 1-2 ഐറ്റംസ് ചേർത്ത് അതാണ് പാർക്കിൻസൺസ് രോഗത്തിനുള്ള കേട്ടാ. ഇതാണ് അതിന്റെ പൗഡർ ആയിട്ട് വന്നേക്കുന്ന ഇത് പൊടിച്ച പൗഡറാണ്. ഇതാണ് പാർക്കിൻസൺസ് രോഗത്തെ 10 മിനിറ്റ് കൊണ്ട് അല്ലെ. 15 മിനിറ്റ് വിറവലുള്ള ഒരു മനുഷ്യനായാലും നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് നോർമൽ ലൈഫിലേക്ക് ആ വ്യക്തിക്ക് എത്താൻ പറ്റും ഈ ഒരു സാഷ പാക്ക് കഴിക്കുമ്പോൾ. അമ്മയ്ക്ക് വിറയലില്ല എന്ന് പറയാം. ഈ രോഗത്തെ സംബന്ധിച്ച് മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് വിറയലില്ല. അല്ലെങ്കിൽ ഭയങ്കര എനിക്കറിയാം ഈ അസുഖമുള്ളവരെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. 2019 തൊട്ട് ഞങ്ങൾ ഈ മരുന്ന് സ്റ്റാർട്ട് ഇവിടെ ഉണ്ട്. ഒന്ന് കാണിക്കാവോ? ഇതാണ് നമ്മുടെ ഈ മെഡിസിൻ. ഇതാണ് ആക്ച്വലി നമ്മൾ പാർക്കിൻസൺസ് രോഗത്തിന് നമ്മൾ 100% ആയുർവേദം.
പല കാരണങ്ങളും സംഭവിക്കാവുന്ന ഒരു രോഗമാണ്. അതായത് നമ്മൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ അത് പാരമ്പര്യമായിട്ട് വരാം. രണ്ട് നമുക്ക് തല എവിടെയെങ്കിലും തടിച്ച് വീഴുവോ അല്ലെങ്കിൽ തല ഇടിക്കുകയോ തല മുട്ടുകയോ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ക്ഷതങ്ങൾ കൊണ്ട് സംഭവിക്കാം. 3 ഈ BP-ക്കുള്ള ഗുളികകൾ കണ്ടിന്യൂസ് കഴിക്കുന്നവർക്കും ഉണ്ടാവാം ഈ സംഭവം ഉണ്ടാവാം. പിന്നെ 4 എന്ന് പറഞ്ഞാൽ ഇതിനൊരു കൃത്യമായ റീസൺ പറയാനില്ല, ആർക്കും വരാം. മറ്റേ 70 വയസ്സിന് ശേഷമായിരുന്നു ഈ രോഗം വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും 60 വയസ്സിന് ശേഷം ആർക്കും ഈ രോഗം വരുന്നുണ്ട്. ഈ ഒരു സാക്ഷ നിങ്ങൾ പാല് കഴിക്കുക വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യും. കാരണം നമ്മൾ നേരിട്ട് കണ്ട അനുഭവസ്ഥനാണ്. ഈ സംഭവമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ അത് എല്ലാ സർട്ടിഫിക്കറ്റുകളും ആയിട്ട് വിപണിയിൽ ഇറക്കുന്ന ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി ഈ പറയുന്ന പാർക്കോവെൽ. ഇനി ഇതൊരു മെഡിസിൻ ആയിട്ട് കഴിക്കുന്നത്, ഇതൊരു ഹോർലിക്സ് ബൂസ്റ്റ് പോലെ ആർക്കും കഴിക്കാത്തൊരു ഫുഡ് പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഇവർക്ക് ഈ പാർക്കിൻസൺ രോഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അതിന്റെ സിംറ്റംസോ അതിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫാമിലി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് ഡോക്ടേഴ്സിന്റെ. ഞങ്ങളെ വിളിച്ച് ബുക്ക് ചെയ്യുമ്പോൾ ടൈം കൊടുക്കുകയോ നിങ്ങൾ വീഡിയോ കോളോ അല്ലെങ്കിൽ വോയിസ് കോളോ ആയിട്ട് ഡോക്ടർ ടൈം കൊടുക്കുകയെന്നെ. ശേഷേ എനിക്ക് വേറെ ഡൗട്ട്, ഇവിടെ ഇതിന്റെ കൂടെ നമ്മൾ എണ്ണ കച്ചവടം ഉണ്ടോ? ഇത് പാർക്കിൻസൺസ് രോഗികൾക്ക് കൊടുക്കുന്ന ഒരു എണ്ണയാണ്. ഓ, പാർക്കോവെൽ നിദ്ര എന്നൊരു എണ്ണയാണ്. ഓ, ഇതിന്റെ പേര് തന്നെ പാർക്കോവെൽ അല്ലേ? നിദ്ര. ഓ, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഉറക്കം കിട്ടും. അവർക്കാണ് പാർക്കിൻസൺസ് മെയിൻ ആയിട്ട് ഉറക്കം കുറവായിരിക്കും. ഇത് നല്ല അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഉറക്കം കിട്ടും. മെമ്മറിക്കും കുറച്ച് നല്ലതാണ്, തലച്ചോറിന് നല്ലതാണ്, നല്ല ഉറക്കം കിട്ടും. തലച്ചോറ് ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങൾ ക്ലിയർ ചെയ്തെടുക്കുന്നതാണ്. 1 മണിക്കൂർ കൊണ്ട് ആണ് റിലാക്സ് മൂഡിൽ എടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു അവരെ ബൈ ബൈ.